നമ്മുടെ ഹോസ്പിറ്റലിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് പോലെയുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഡ്രഗ്സ്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആരാണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം നമുക്ക് ഒരു മെഡിക്കൽ ഓഫീസർ അത് റിലേറ്റഡ് ആയിട്ടുണ്ടാവും, എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ഉണ്ടാവും. എസ്പെഷ്യലി റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് നിയമപരമായി ഒരു ലൈസൻസിങ് എടുക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതൊരു ആര് ചെയ്യണമെന്നും കൂടെ മെൻഷൻഡാണ്. ഓതറൈസ്ഡ് കെയർ ഗീവർ ഉണ്ട് നമുക്ക് അക്കാര്യത്തിൽ, അദ്ദേഹമാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഇപ്പോൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എങ്കിൽ കീമോതെറാപ്പിയുടെ കാര്യത്തിൽ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ് മോസ്റ്റ്ലി നമുക്കിത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ നമുക്ക് കാരണം ഈ കീമോതെറാപ്പി നമുക്കറിയാവുന്ന കാര്യമാണ്, വളരെ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രിസ്ക്രിപ്ഷൻസാണിത് പലതും. അതുകൊണ്ട് തന്നെ അത് മോണിറ്റർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ടീമായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. MOM 9B നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ആൻഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് കെയർ ഗിവേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഓഫീസിൽ, ഹോസ്പിറ്റലിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ അത്തരത്തിൽ റെഗുലേറ്ററി അതോറിറ്റീസ് തരുന്ന നിർദ്ദേശങ്ങൾക്ക് ആനുപാതികമായിട്ടാണ് അതിനുള്ള ആളുണ്ടാവണം. നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺസ്, മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ടാവണം. MOM 9B കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്.